ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബൺ റെസിപ്പിയാണ് കേട്ടോ. ആ ബണ്ണ് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബൺ ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബൗൾ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമുക്ക് ഈ വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പഞ്ചസാര നല്ലപോലെ അരിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പഞ്ചസാരയെല്ലാം നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ബണ്ണൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 5 സെക്കൻഡോളം നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 5 സെക്കൻഡോളം തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ചു വെക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പഞ്ചസാരയും ഈസ്റ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 കപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എടുത്ത് വെച്ചിട്ടുള്ള ഈ മൈദപ്പൊടിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയുടെയും ഈസ്റ്റിൻ്റെയും ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഞാൻ ഈ ടൈമിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രേശ്ശെ വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ ബണ്ണിനുള്ള മാവ് നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് എല്ലാ സൈഡിലാവുന്ന രീതിയിൽ ഒന്നുകൂടി കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഈ മാവ് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിനിമം 2 മണിക്കൂറെങ്കിലും നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഈ നമ്മൾ വെച്ചിട്ടുള്ള ഈ മാവില്ലേ ഒന്നുകൂടിയും വേർത്ത് ഇതിൻ്റെ ഡബിളായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഈ ബണ്ണിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ചിക്കൻ ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചെറിയ ബൗൾ കൊണ്ട് കുറച്ച് ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള പീസസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പരമാവധി ബോൺലെസ് ആയിട്ടുള്ള പീസസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുള്ള ചിക്കനാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാതും കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കി. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ ചൂടാറിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതേ ചൂടാറിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ, കൂടുതൽ പൊടിഞ്ഞു പോരുത്. അപ്പോൾ അതേ കണ്ടില്ലേ, ഞാൻ ഇതേപോലെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഇതേപോലെ കഴിക്കാനായിട്ട് കിട്ടണം. ആ രീതിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക. അതുപോലെ ചിക്കൻ്റെ ചൂടാറിന് ശേഷം മാത്രം നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫില്ലിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയ സവാള കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഈ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികൾ മൂത്ത് വരുന്നത് വരെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉടച്ച ഉരുളൻകിഴങ്ങ് ഒരെണ്ണം കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ കുക്കറിൽ 2 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കി. അങ്ങനെയാണ് ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് ഉരുളൻകിഴങ്ങ് വേവിച്ചതിന് ശേഷം ഇടിക്കല്ലോ അല്ലെങ്കിൽ പിന്നെ വല്ല കടക്കോലോ എങ്ങനെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുത്തിയിട്ട് നല്ലപോലെ ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ പിന്നെ ചൂടാറിന് ശേഷം കൈ കൊണ്ട് പൊടിച്ചെടുത്താലും മതി. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള സവാളയും മസാലകളൊക്കെ ആയിട്ട് ഉരുളൻകിഴങ്ങ് നല്ലപോലെ മിക്സായി വരണം. അപ്പോൾ അതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കനും ഉരുളൻകിഴങ്ങും ഒക്കെ ആയിട്ട് നല്ലപോലെ മിക്സായി വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് 1 ടീസ്പൂണോളം റെഡ് ചില്ലി സോസ്, ഇതിനൊപ്പം 2 ടേബിൾ സ്പൂണോളം ഷെസ്വാൻ സോസും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബണ്ണിലേക്ക് വെക്കാനുള്ള ചിക്കൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ മാവ് ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി കുഴച്ചെടുക്കാം. അപ്പോൾ അത് തൊട്ടപ്പോൾ തന്നെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മാവ് നമുക്ക് 4 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് 4 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് നോക്കാം. ഏകദേശം പൂരിപ്പെടുത്തുന്ന വലുപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി പലകയും കോലും എടുത്തിട്ടുണ്ട്. ജസ്റ്റ് മൈദപ്പൊടി ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ കണ്ടോ, ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതിന് സെൻട്രൽ പോർഷനിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങും ചിക്കനും കൂട്ടിയിട്ട് വെച്ചിട്ടില്ലേ, ആ ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ആകൃതിയിലാണ് ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടിയും പരത്തി വയ്ക്കാം. അപ്പോൾ ഇതേ 4 ബണ്ണും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. ഇതേ ഷേപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു ബോൾ പിടിച്ചാലും മതി. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ചെയ്തതാണ്. അപ്പോൾ ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റീമർ ഇതേ വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബണ്ണുകൾ വയ്ക്കാം. ഞാനിപ്പോൾ ബണ്ണ് ബട്ടർ പേപ്പറിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബണ്ണെല്ലാതും സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. 10 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ ഇതേ ബണ്ണെല്ലാതും റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബണ്ണ് ഈ സ്റ്റീമറിൽ നിന്ന് എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.